നമുക്ക് തട്ടുകട സ്റ്റൈലിൽ നിന്ന് ചിക്കൻ വറുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ 2 കാലും 3-4-5 പീസ് വലിയ കഷ്ണം ചിക്കനും എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ചിക്കൻ നല്ലതുപോലെ 3-4 വെള്ളത്തിൽ കഴുകിയെടുത്തു. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതിലേക്ക് 3-4-5 വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഇട്ടു. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇതിലേക്ക് ഇടാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയല്ല, അല്ലാതെ പെരിഞ്ജീരകം ഇടണം. അത് നമ്മൾ വറുത്തൊന്ന് നമ്മൾ ചവയ്ക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പെരിഞ്ജീരകം മുഴുവനും അതിനകത്ത് ഇടുന്നത്. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടു. എന്നിട്ട് നമുക്കൊരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. അതിന് ശേഷം ഇതെടുത്ത് വറക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപ്പും എരിയും എല്ലാം അതിലേക്ക് പിടിക്കും. എത്ര സമയം നമുക്ക് ഫ്രിഡ്ജ് വെക്കാമോ അത്രയും നേരം ഇത് ഫ്രിഡ്ജ് വയ്ക്കുന്നത് നല്ലതാണ്. ഞാനൊരു 4-5 മണിക്കൂറിനകം കഴിഞ്ഞപ്പോഴേക്കും ഇതെടുത്തു. എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ചിക്കനെല്ലാം പറക്കിയിട്ടു. അത് അടച്ച് വെച്ച് വേവിക്കണം. എന്നിട്ട് സിമ്മിലിട്ട് വേണം വേവിക്കാനായിട്ട്. ചെറിയ തീയേ ആകാവൂ. തീ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചിക്കൻ കരിഞ്ഞും പോവും, അകം വേഗത്തുമില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും മറ്റേ സൈഡ് ഞാൻ മറിച്ചിട്ടു. വീണ്ടും അടച്ചു വെച്ചു കുറച്ച് സമയം കൂടെ വറുത്തെടുത്തു. അപ്പോഴേക്കും സ്വാദിഷ്ടമായ തട്ടുകട സ്റ്റൈൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ.